ക്ലാസ്സിലോട്ട് വന്ന് ഇവിടെ ഈ ഒരു ബെഞ്ചെടുത്തിട്ട് നല്ല കനമുള്ളൊരു ബെഞ്ചെടുത്തിട്ട് അങ്ങനെ പിടിച്ച് കുനിഞ്ഞു കയറി. അപ്പൊ ഇവിടെ ഇത് തടി ഉണ്ടായിരുന്നു, അതിലെ കൂടെ കുനിഞ്ഞു കയറി അങ്ങനെ കയറി. കാരണം ഞങ്ങള് പാന്റ് പിടിച്ചപ്പോ സ്ലിപ്പായി പോയി. ഞങ്ങള് കുറെ പേരുണ്ടായിരുന്നു കയറണ്ടെന്ന്. ഞങ്ങള് അറിഞ്ഞില്ലായിരുന്നു സംഭവിക്കുന്നു. പിന്നെ അനക്കമില്ലായിരുന്നു. പിന്നെ സാറിനെ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഈ ബെഞ്ച് എടുത്തിട്ട് മേളിൽ ഇട്ടിട്ട് അങ്ങനെ തട്ടി ഇട്ട് എടുത്ത് അങ്ങനെ എടുത്തു. തേവലക്കര എന്ന കൊച്ചു ഗ്രാമത്തിന്റെ നോവായി മാറിയ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കാനിരിക്കെ മിഥുൻ അവസാന നിമിഷങ്ങൾ ചെലവഴിച്ച അവന്റെ ക്ലാസ് റൂമിൽ മിഥുന്റെ ഒപ്പം പഠിച്ചിരുന്ന സഹപാഠികൾ രണ്ടുപേർ മിഥുന്റെ ഓർമ്മകൾ തളങ്ങിട്ട് നിൽക്കുന്ന ഈ ക്ലാസ്സിലേക്ക് വീണ്ടും എത്തിയിരിക്കണം. അവർ എന്നോടൊപ്പം ചേരുകയാണ്. എന്താ പേര്? നീരജസ്. കൊച്ചിന്റെ പേരിന് വിഷ്ണുരാജ്. അന്ന് നിങ്ങൾ എപ്പോഴാ വ്യാഴാഴ്ച എപ്പോഴാ വന്നേ? 9 മണി. എല്ലാ ദിവസവും ആ സമയത്ത് വരാറുണ്ട്. ട്യൂട്ടോറി വിട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് അന്ന് എന്നാ സംഭവിച്ചത്? ഞങ്ങൾ ഇവൻ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. ഞാൻ സൈക്കിളെ ഇങ്ങനെ വന്നപ്പോ ഗ്രൗണ്ടിലോട്ട് വന്നപ്പം ആദിൽ എന്ന് പറയുന്ന ഒരു കൊച്ചിന്റെ ചെരുപ്പ് ഇങ്ങനെ തെറിച്ചുപോയി. കുപ്പി വെച്ച് ഇങ്ങനെ ഫുട്ബോൾ അടിച്ചോണ്ടിരുന്നു. അപ്പൊ ആ സമയത്ത് മിഥുൻ വരുന്നതേ ഉള്ളു. ഈ തെറിച്ചു വന്ന മിഥുൻ കണ്ടുകൊണ്ട് ഈ മിഥുൻ വന്ന് ഞങ്ങൾ പറഞ്ഞ കേറണ്ടാന്ന്. അപ്പൊ ഇവൻ ഇവിടെ വന്ന് ഞങ്ങൾ പാൻഡയിലൊക്കെ കയറി പിടിച്ച കേറണ്ടെന്നും പറഞ്ഞു. എന്നിട്ടും കേറി അങ്ങനെ സംഭവം തന്നെയാ വീണ, ശില്പായി വീണ് അങ്ങനെ സംഭവം. എന്നിട്ട് ഇവിടെ കളിച്ചോണ്ടിരുന്ന അപ്പുറത്തല്ലേ? അപ്പുറത്താണ് ഗ്രൗണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ കേറുന്ന? ഞാൻ അവിടെ എത്തിയപ്പോഴാണ്ട് അവിടെ ഒരു മിനിറ്റ്. ഇത് ഇതുവഴിയാണ്, അതായത് ക്ലാസ്സിലേക്ക് വന്നു. ക്ലാസ്സിലോട്ട് വന്ന് ഇവിടെ ഈ ഒരു ബെഞ്ചെടുത്തിട്ട് നല്ല കനമുള്ളൊരു ബെഞ്ചെടുത്തിട്ട് അങ്ങനെ പിടിച്ച് കുനിഞ്ഞു കയറി. അപ്പൊ ഇവിടെ ഇത് തടി ഉണ്ടായിരുന്നു, അതിലെ കൂടെ കുനിഞ്ഞു കയറി അങ്ങനെ കയറി. അങ്ങോട്ട് കയറി. ഓക്കെ. അപ്പൊ ഈ കേറി അപ്പൊ ഈ അപകടം ഉണ്ടാകുന്ന നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടോ? ഉണ്ട്, ഇവിടെ നിന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിളിച്ചു മിഥുനെ വിളിച്ചപ്പോ അനക്കമില്ലായിരുന്നു. ലൈൻ കമ്പി കിടന്ന് അനങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ചെന്ന് നോക്കുമ്പോ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് സാറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത് പൊളിച്ചതാരാണ് ഈ ഇട്ടേക്കുന്ന സംഭവം? പി ടി സാർ. ഓ, രക്ഷപ്പെടുത്താൻ വേണ്ടി പൊളിച്ചതാണ്. അപ്പൊ അവൻ കേറിയത് ഈ ഇടവഴിയുള്ള ഈ അതായത് ഇങ്ങനെയുള്ള ക്രോസിന്റെ മുകളിൽ കൂടെ കേറി. ഇതിനു മുമ്പ് കേറിയിട്ടുണ്ടോ എപ്പോഴും? ഇല്ല, അങ്ങനെ സംഭവിച്ചില്ല. പുതിയ കുട്ടിയാണ് ഇവിടുത്തെ. 8ല് വന്ന 8ലാണ് ആദ്യമായിട്ട് ഈ സ്കൂളിലേക്ക് വരുന്നത്. ഓക്കെ. അത് എങ്ങനെയുണ്ട് നിങ്ങളുമായിട്ടൊക്കെ ഉള്ളത്? നല്ല കുട്ടിയായിരുന്നു. നല്ല ഒത്തിരി പഠിക്കും, പടം വരയ്ക്കും, ഫുട്ബോളൊക്കെ കളിക്കാൻ അറിയാം. ഇങ്ങനെ ഇത് എങ്ങനെയാണ് ഇങ്ങനെ കേറാനുള്ളത്? അപ്പൊ നിങ്ങളാരും തടഞ്ഞില്ലേ ഈ കേറാൻ? കാരണം ഞങ്ങള് പാന്റ് പിടിച്ചപ്പോ സ്ലിപ്പായി പോയി. ഞങ്ങള് കുറെ പേരുണ്ടായിരുന്നു കേറണ്ടെന്ന്. ഞങ്ങള് അറിഞ്ഞില്ലായിരുന്നു സംഭവിക്കുന്നു. പിന്നെ അനക്കമില്ലായിരുന്നു. പിന്നെ സാറിനെ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഈ ബെഞ്ച് എടുത്തിട്ട് മേളിൽ ഇട്ടിട്ട് അങ്ങനെ തട്ടി ഇട്ട് എടുത്ത് അങ്ങനെ എടുത്ത്. ലൈൻ കമ്പി ഞങ്ങളിവിടെ നിൽക്കാൻ നേരത്തെ ലൈൻ കമ്പി ഇങ്ങനെ കുലുങ്ങുന്നുണ്ടോണ്ട് ഞങ്ങള് അങ്ങോട്ട് ചെന്നപ്പോ അവനെ എർത്തടിച്ച് കിടക്കുന്നുണ്ട്. കേറണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു? കൊറേ വട്ടം പറഞ്ഞു, ഇത്തിരി വട്ടം പറഞ്ഞു. എന്നിട്ടും കേറിയ ഞങ്ങള് പാൻറ് പിടിച്ചു. എന്നിട്ടും അവനങ്ങ് വിട്ടിട്ട് കേറി. ഇങ്ങനെ ഈ ചെരുപ്പെടുത്ത് എറിഞ്ഞ ആദിൽ എന്ന് പറയുന്നത് ഫുട്ബോളില്ല, കുപ്പിക്കകത്ത് കല്ല് അരച്ചിട്ട് ഫുട്ബോൾ എറിച്ചോണ്ടിരുന്നേ. മിഥുന സമയത്തില്ലായിരുന്നു, വന്നതേ ഉള്ളു. അപ്പൊ കാലേന്ന് തെറിച്ച് വീണ്. അവിടുന്ന് വെച്ച് തെറിച്ച് ഇവിടെ വീണ്. അങ്ങനെ അവന് ഓടി വന്ന്. ഞങ്ങൾ ഏറ്റവും പുറവിലായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. അവനതുകൊണ്ട് ഓടി വന്ന് കേറി. അങ്ങനെ കേറി. ഞങ്ങള് പറഞ്ഞ് തോനെ വിട്ടേ പോകണ്ട കേറണ്ടെന്നൊക്കെ പറഞ്ഞു. ആ ഷീറ്റിന് ആ വഴി കേറാൻ നോക്കി. ആ ഫ്രണ്ട് അപ്പുറത്തെ വഴി വെളിയിൽ ആ ഷീറ്റ് പിടിച്ച് കേറാൻ നോക്കിയപ്പോ വലിച്ചു താഴെ ഇട്ട്. ഞങ്ങള് വലിച്ചു താഴെ ഇട്ട്. എന്നിട്ട് അവനാണെങ്കിൽ പറ്റാത്തോണ്ട് അവൻ ഇവിടുന്ന് ഓടി വന്ന് ക്ലാസ്സിൽ കയറി ബെഞ്ചിട്ട് അപ്പുറം ഷീറ്റിനുണ്ടയിലൂടെ കയറി. ആദ്യം നോക്കിയത് അവിടെ കിടന്ന ചെരുപ്പ് കിടന്നത്. അല്ല പറ്റിയില്ല. അല്ല, അവിടുന്ന് കയറുന്നായിരുന്നു എളുപ്പം. അതുകൊണ്ട് ചെരുപ്പ് എടുക്കായിരുന്നു. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നു. അങ്ങോട്ട് വന്നു, പറ്റാത്തോണ്ട് ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഏറ്റവും പുറവിലായി പോയി, അതുകൊണ്ടാ പറ്റാനായി പിടിക്കാൻ. അല്ലെ അവിടുന്ന് ഇട്ട പോലെ തന്നെ ഇവിടുന്ന് വലിച്ചിടാനല്ലേ? അപ്പൊ ഈ പെട്ടെന്ന് നിങ്ങൾ ടീച്ചേഴ്സിനെ അറിയാം എന്താണ് പെട്ടെന്ന് ഈ ഇങ്ങനെ വീടിനെ കണ്ടു? ടീച്ചർമാരെല്ലാം മിഥുൻ മേളിൽ കയറി. അങ്ങനെ അനക്കമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ PT സാറും എല്ലാരും കൂടെ അവിടെ വന്ന് നോക്കി പൊളിച്ചിട്ടു. പൊളിച്ച് അപ്പൊ ഇത് ദ്രവിച്ചിരുന്ന തടിയാ സത്യം പറഞ്ഞ. പെട്ടെന്ന് ഇളക്കി ഈ ബെഞ്ചെടുത്ത് അധ്യാപക സാറും PT സാറും ആണെന്ന് തോന്നുന്നു കേറി അങ്ങനെ എടുത്ത്
ആ കമ്പിക്കകത്താണ് ഇങ്ങനെ ഇടുന്നത്. ആ കമ്പിക്കകത്ത് തൂങ്ങി ഈ ഭാഗം വന്ന ഇവിടെ വന്ന് കിടന്ന് ലൈൻ കമ്പി അങ്ങനെ കിടന്നു. ശരി എന്നാ, ഓക്കെ. ഇതിന് ബാക്കി എന്താണ് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. കാരണം ഇങ്ങനെ ഒരു കാഴ്ച തങ്ങളുടെ കൂട്ടുകാരൻ നേരിട്ടിങ്ങനെ ആ ലൈൻ കമ്പിയിൽ പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന കൂട്ടുകാർ വളരെ വേദനയോടെ മിഥുന് സംഭവിച്ച ദുരന്തം നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. അതിന് ബാക്കി എന്താകും? മിഥുന്റെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം ഇവിടെ വെച്ചിങ്ങനെ സംഭവിച്ചു എന്ന് ആ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ വിധി അത്രയും സമയമോ മിഥുന് വെച്ചിട്ടുള്ളായിരുന്നു എന്ന് തോന്നിപ്പോകും. കാരണം മറുവശത്ത് വെച്ച് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവർ തടയുന്നു. പക്ഷേ അവിടുന്ന് കേൾക്കാതെ കൂടി കയറി വന്ന മിഥുൻ ഇവിടെ നിന്ന് വീണ്ടും അങ്ങനെ തന്നെ മുകളിലേക്ക് അവരുടെ ആരുടെയും വാക്കുകൾ കേൾക്കാതെ മുകളിലേക്ക് കയറുകയായിരുന്നു. അങ്ങനെ ജീവിതം അവിടെ ദാരുണമായി അവസാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികളായ സഹപാഠികൾ ന്യൂസ് 18 പറഞ്ഞത്. ക്യാമറമാൻ അരുൺ പാലോട്ടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.